ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 30 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 31-ാമത്തെ ശ്ലോകം നോക്കാം. യയാ ധർമ്മമധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാർത്ഥവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസീ. പാർത്ഥ, ഹേ അർജുന, യയാ ഏത് ബുദ്ധി കൊണ്ട്, ധർമ്മം അധർമ്മം ച ധർമാധർമ്മങ്ങളും, കാര്യം ച അകാര്യമേവ ച കർത്തവ്യ അകർത്തവ്യങ്ങളും, അതായത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും, അയഥാവിധ് യഥാവിധി അല്ലാതെ, ശരിയായ വിധത്തിലല്ലാതെ അഥവാ തെറ്റായ വിധത്തിൽ, പ്രജാനാദി മനസ്സിലാക്കുന്നുവോ അഥവാ അറിയുന്നുവോ, സാ ബുദ്ധി ആ ബുദ്ധിയെ രാജസി രാജസികം എന്ന് വിളിക്കാം. കഴിഞ്ഞ ശ്ലോകത്തിൽ സാത്വികമായ ബുദ്ധിയെ പറ്റിയാണ് പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ രാജസികമായ ബുദ്ധിയെ പറ്റിയാണ് പറയുന്നത്. അല്ലയോ അർജുന, ഏത് ബുദ്ധി കൊണ്ട് ധർമാധർമ്മങ്ങളും കർത്തവ്യ അകർത്തവ്യങ്ങളും യഥാവിധി അല്ലാതെ അറിയുന്നുവോ, ആ ബുദ്ധിയെ രാജസികമായ ബുദ്ധി എന്ന് പറയാം. അതായത് ധർമ്മമേത് അധർമ്മമേത്, ചെയ്യേണ്ടതേത് ചെയ്യരുതാത്തതേത്, അവനവനിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ ശരിയായ വിധത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധി, അതായത് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് എന്ന് പറയുന്നത് പോലെ ഒരു വിഹ്വലമായ ബുദ്ധി, ആ തരം ബുദ്ധിയെ രാജസീകം എന്ന് പറയണം. അതായത് സംശയത്തോടെ സമീപിക്കുന്ന ബുദ്ധി. എന്തിനേയൊരു അത് ചെയ്യാമോ, ചെയ്യാതെ ഇരിക്കാമോ, ചെയ്താലെന്ത് സംഭവിക്കും, ചെയ്തില്ലെങ്കിൽ എങ്ങനെയാകും, ഇങ്ങനെ ആകെ ഒരാശയക്കുഴപ്പം, ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ്, എന്തിനേയും സംശയത്തോടെ സമീപിക്കുന്ന ബുദ്ധി, ശരിയോ തെറ്റോ എന്ന് ബോധ്യമില്ലാത്ത ഒരവസ്ഥ, എന്ത് ചെയ്താലാണ് ശരി എന്ത് ചെയ്താലാണ് തെറ്റ് എന്ന് ബോധ്യമില്ലാത്ത ഒരവസ്ഥ, ഒന്നിനെയും തള്ളാനും വയ്യ കൊള്ളാനും വയ്യ, അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ. അങ്ങനെയുള്ള ബുദ്ധിയെയാണ് ഒരു രാജസിക ബുദ്ധി എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണല്ലോ എന്ന ചിന്ത അവരെ അലട്ടും, എങ്കിലും തെറ്റിലേക്ക് വഴുതി പോവുകയും ചെയ്യും. കുറ്റബോധത്തോടെയാണെങ്കിലും ഭൗതിക വാഞ്ഛയിൽപ്പെട്ട് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോയേക്കാം. ചിലപ്പോൾ അതിൽ മനസ്താപവും ഉണ്ടാകാം. അങ്ങനെ ഒരു വിഹ്വലമായ ബുദ്ധി, എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാത്ത അവസ്ഥ, അത്തരത്തിലുള്ള ബുദ്ധിയെ രാജസികമായ ബുദ്ധി എന്ന് വിളിക്കണം. ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ബുദ്ധി ഏതാണ്ട് അപ്രകാരമായിരുന്നു. അദ്ദേഹത്തിന് അറിയാം താൻ ചെയ്യുന്നത് അധർമ്മമാണ്, അല്ലെങ്കിൽ പാണ്ഡവരോട് അധർമ്മമാണ് പ്രവർത്തിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്നും വിട്ടു നിൽക്കാനാവില്ല. ആ പുത്രസ്നേഹം കൊണ്ട് ആ അധർമ്മത്തിൽ നിന്നും വിട്ടു നിൽക്കാനാവില്ല. സഞ്ജയനോടത് പറയുന്നുണ്ട്, എനിക്കറിയാം ഇത് അധർമ്മമാണെന്ന്, പക്ഷേ എനിക്കതിൽ നിന്നും വിട്ടു നിൽക്കാനാവില്ല എന്ന് പറയുന്നത് പോലെയുള്ള ആ ഒരു വിഹ്വലമായ ബുദ്ധി, അതാണ് രാജസികമായ ബുദ്ധി എന്ന് പറയുന്നത്.
തള്ളാനും വയ്യ കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയിലുള്ള ഒരു വിഹുലമായ മനസ്സ്. ആ ബുദ്ധിയെ രാജസികമായ ബുദ്ധി എന്ന് വിളിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.